ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാക്സിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ നേരെ അമേരിക്കയിലാണ് പോകുന്നത്. ലോസ് ഏഞ്ചൽസിൽ നമുക്ക് പോകാനുള്ളത്. നമുക്ക് മൈക്കിളിനെ കാണാൻ പോകണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. റോട്ടിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 12 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് നേരെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ട് ഫ്ലൈറ്റ് 12 മണിക്കാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫ്ലൈറ്റിൽ കയറി നേരെ അമേരിക്കയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഫ്ലൈറ്റ് കയറിയാണ് നമുക്ക് അമേരിക്കയിൽ പോകാനുള്ളത്. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റിലോട്ട് കയറാം. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കൃത്യസമയത്ത് ഇവിടെ നിന്ന് എടുക്കാൻ പോവാണ്. 12 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അമേരിക്കയിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ അങ്ങനെ അമേരിക്കയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് ബീച്ചിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് എയർപോർട്ടെന്ന് വെച്ചാൽ. ബീച്ചിൻ്റെ കുറച്ച് അപ്പുറത്താണ് എയർപോർട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി മൈക്കിളിനെ വിളിച്ച് പോകാം. എന്താ ഇവിടെ ഒരു കാർ കിടപ്പുണ്ട്. ആ കാറിൽ കയറി വരാനാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം, ഒരു വെള്ള കാർ ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ മൈക്കിളിനെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. നേരത്തെ വിളിച്ച ബിസിയാണ്, ഒന്ന് വിളിച്ച് നോക്കാം. എടാ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാ. നീ പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ബീച്ചിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. വെള്ള കാറോ? ഒരു വെള്ളക്കാർ കിടപ്പുണ്ടല്ലോ. ഓക്കെ 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 ഞാൻ കയറി വരാം. നീ എവിടെയാണുള്ളത്? ഓഫീസിലല്ലേ? ഓഫീസിൽ ഞാൻ അങ്ങോട്ട് വരാം. ശരിടാ, ശരി ഓക്കെ. അപ്പോൾ ഗൈസ്, അവൻ പറഞ്ഞു വെച്ചാൽ വെള്ളക്കാർ ഇവിടെ റൈറ്റ് സൈഡ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ആ കാണുന്ന ആ ഒരു കാറാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ കാറിൽ കയറിയിട്ട് മൈക്കിൾ നിൽക്കുന്ന ഓഫീസിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ അങ്ങനെ ആ കാറിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്ന മൈക്കിൾ നിൽക്കുന്ന ഓഫീസിലാണ് നമുക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ എന്തുകൊണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ മൈക്കിളിനെ വിളിച്ച് നോക്കാം. ഈ കാറിനാണ് പറഞ്ഞത്. എന്തായാലും ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം. എടാ മൈക്കിൾ, ഒരു പഴയ കാറല്ലേ, ഒരു വൈറ്റ് കളർ. ഞാൻ കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നീ അവിടെ ഓഫീസിൻ്റെ അവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അതെത്തി. നീ അവിടെ ഇല്ലേ? ഇതാത്തി. അപ്പോൾ ഈ സമയം വന്നിട്ട് രാത്രി 9:30 മണിയായിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് ഇതിനെ തിരക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ അവിടെയാണ് മൈക്കിൾ നിൽക്കുക എന്ന് പറഞ്ഞത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്താണ് മൈക്കിളിൻ്റെ ഓഫീസ്. അത് നിൽക്കുന്നത് മൈക്കിളല്ലേ? മൈക്കിൾ അവിടെ നിൽക്കുന്നത് കണ്ടുപിടിച്ച്. തള്ളയുടെ മൈക്കിളെ ഒരു രക്ഷയില്ലല്ലേ. എന്തിട്ടാ നീ ബിസിനസ് മാനാടേ? കോട്ടൊക്കെ ഇട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും മൈക്കിളെ, നിന്നെ കണ്ടിട്ട് കുറേ കാലമായി. കുറേ നാളത്തെ ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും അങ്ങനെ അസുഖങ്ങളൊക്കെ തന്നെ. വൈഫിനും പിള്ളേരൊക്കെ സുഖം തന്നെയാണ്. ഓടാ, അവർക്കൊക്കെ സുഖം തന്നെ. ഞാൻ പിന്നെ നിന്നെ വിളിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയുണ്ട്. അപ്പോൾ ഞാൻ അത് പറയാം. എന്താണ് ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. റോബറി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബാങ്ക് കൊള്ളയടിക്കാനാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ നമുക്ക് വേറെ വഴി വല്ലതും നോക്കാം. ബാങ്ക് കൊള്ളയടിക്കാനാ? നീ അതിനാണ് എന്നെ വിളിച്ചത്? ദുബായിൽ നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് നീ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നീ പറഞ്ഞ് പൈസ ഉണ്ടാക്കാം, തേങ്ങ ഉണ്ടാക്കാം, മാങ്ങ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാണ് നീ എന്നെ വിളിച്ചത്. ഇവിടെ വന്നിട്ട് നീ എന്നെ കള്ളനാക്കിയിട്ട് എന്നെ ജയിലിലാക്കാനുള്ള പരിപാടിയുടെ. അവിടുത്തെ ജയിൽ പോരാത്തതുകൊണ്ട് നീ അമേരിക്കയിൽ ഇവിടുത്തെ പോലീസുകാരന്മാർ ഇടികൊണ്ട് ചാവാനിടെ നീ എന്നെ വിളിച്ചത്. എന്തുവാടേ? ഇല്ലെങ്കിൽ നീ ആദ്യം പറയാത്തെന്തറേ ഇങ്ങനത്തെ പണിക്കാണ് വിളിക്കുന്നതെന്ന്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും പറയണത് റോബറി അടിക്കാൻ, ബാങ്ക് കൊള്ളയടിക്കുക. എന്തുവാടേ? അളിയ, അങ്ങനെയൊന്നുമല്ല. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നിനക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി സെറ്റാക്കി തരാം. ഞാൻ പറയാം. വേറൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരാം. നീ പേടിക്കേണ്ടത്. നീ എന്നെ വിശ്വസിച്ചാണ് ഈ അമേരിക്ക ലോസ് ഏഞ്ചൽസ് എത്തിയത്. അപ്പോൾ നിന്നെ ഞാൻ ചതിക്കത്തില്ല. അത് നിനക്ക് 100% ഞാൻ ഉറപ്പ് തരാം. നിനക്ക് കിട്ടില്ല ഒരു ജോലി തന്നെ ഞാൻ സെറ്റ് ചെയ്ത് തരും. നീ വന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടത്തെയും കാട്ടി ശമ്പളം നിനക്ക് ദുബായിൽ എത്രയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ 2 ഇരട്ടി ശമ്പളം നിനക്ക് ഞാൻ ഇവിടെ വാങ്ങിച്ചു തന്നിരിക്കും. നീ ഇവിടെ സെറ്റാവുകയും ചെയ്യും. ഞാൻ എന്താ സെറ്റിലായില്ലേ? അതുപോലെ ആളിയാ നിന്നെ ഞാൻ സെറ്റിലാക്കിയിരിക്കും. ഫ്രാങ്കിലെ, നീ ആ കാര്യത്തിൽ ഒന്നും വിഷമിക്കേണ്ട. 100% അണ്ണൻ ഗ്യാരണ്ടി. പോരെ? വിശ്വാസമൊക്കെ തന്നെ. ഞാൻ പിന്നെ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. റോബറി നമുക്ക് നോക്കാം. ഞാൻ പറയാം. എനിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം വേണം. കാരണം അത് നമ്മൾ ഒരുപാട് കരുതലോട് കൂടി ചെയ്യാനുള്ള ഒരു പണിയാണ് നീ പറഞ്ഞ ഈ റോബറിയും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നമുക്കത് തീരുമാനിക്കാം. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് നോക്കാം. അത് നീ പറഞ്ഞില്ല എനിക്കൊരു വീട് സെറ്റാക്കി തന്നു, അതെവിടെയാണ് ആ വീട്? അവിടെ ആ വീട് എന്ന് പറയുന്നത് നമ്മളെ ബീച്ചിൻ്റെ തൊട്ടപ്പുറത്താണ്. എനിക്ക് ചിലപ്പോഴേ വരാൻ പറ്റുള്ളൂ. ഞാൻ നോക്കട്ടെ, എനിക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാൻ നിൻ്റെ അവിടെ വരാം. എനിക്കിവിടെ ഓഫീസിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയ സംശയമാണ്. ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് മാപ്പും കാര്യങ്ങളൊക്കെ നിൻ്റെ മൊബൈലിൽ ഞാൻ പൈച്ചിട്ടേക്കാം. നീ അവിടെ നേരെ അവിടെ പോയത്, ഞാൻ നാളെ രാവിലെ ഉച്ചയ്ക്ക് അവിടെ എത്തിക്കോളാം. അവിടെ ഇവിടെ ഒരു ബാറുണ്ട്, നീ ആ ബാറിൽ കയറേ, നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പോവാം. എന്തായാലും നിൻ്റെ കണ്ടതിൽ ഒരു സന്തോഷത്തിൽ സൂപ്പർ ബാറാണ്, നമ്മുടെ കയറി രണ്ടെണ്ണം അടിക്കാം. ആ ഈ ബാർ കൊള്ളാലടേ. തള്ള ഇവിടുത്തെ ബാറൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ആംബിയൻസ് ആണല്ലോടേ. ഓ എന്നാൽ എവിടെയെങ്കിൽ ഇവിടെ തന്നെ കയറി രണ്ടെണ്ണം അടിക്കുക. നീ എത്ര 2 പേർക്ക് അടിക്കാന്നാ 3 പേർക്ക് അടിക്കാന്നാ? ഇവിടെ ഫ്രാങ്കിൽ അടിക്കുക, നിനക്ക് എത്ര ആണ് നീ അടിച്ചോ, എൻ്റെ ചിലവാണ്. നിനക്ക് ആവശ്യം പോലെ ഞാൻ വാങ്ങിച്ചു തരും, ഇഷ്ടം പോലെ അടിച്ചു. എടാ മൈക്കിൾ, ഇത് കൊള്ളാലടാ. എത്ര ബാച്ചമ്മ വെസ്റ്റ് മാമാസ്, കൊള്ളാം കേട്ടോ അതിൻ്റെ പേര്, ഒരു രക്ഷയില്ല. ബാച്ചമ്മ വെസ്റ്റ് മാമാസ് സൂപ്പർ ബാറാണല്ലോ. എടേ മൈക്കിളടേ, അടിച്ച് ഫിറ്റായില്ലടേ ഞാൻ. എന്ത് അടിയാണോ അടിച്ചത്? 2 പേക്ക് അടിക്കുമ്പോൾ ഇത് 12 പേക്കാണല്ലോ അടിച്ചത്. ഞാൻ 10 പേക്ക്, നീ 12 പേക്ക് അടിച്ചെല്ലാം ഓഫായില്ലടേ. ഒന്നും കാണാനൊന്നും പറ്റില്ല. അല്ലേ എങ്ങനെടേ വണ്ടി ഓടിച്ച് പോവും? ഇവിടെ ഫ്രാങ്കളെ, എനിക്ക് നിൻ്റെ വീട്ടിൽ കൊണ്ട് ആക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റത്തില്ല. നാളെ ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്കുകളുണ്ട്. അപ്പോൾ അതെനിക്ക് ഇന്ന് രാത്രി ചെയ്ത് തീർത്തു കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ നേരെ വീട്ടിൽ പോയിക്കോ. നാളെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. ഇവന്നോ നിൽക്കാൻ പോലും വയ്യ, ഓഫീസിൽ വേറെ ആരും ഇല്ല അവിടെ. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു അവസ്ഥയിൽ പോയാലും ആരും കാണാനൊന്നും പോകുന്നില്ല. സെക്യൂരിറ്റി ഉണ്ട്, അവ അവിടെ കിടന്ന് ഉറങ്ങായിരിക്കും. നീ എന്തായാലും നേരെ എൻ്റെ ഓഫീസിൽ കൊണ്ടാകും. നീ എന്നിട്ട് നേരെ വീട്ടിൽ പോയിക്കോ. മാപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ മൊബൈലിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നീ നാളെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അവിടെ വന്നോളാം. അപ്പോൾ നീ എൻ്റെ ഒത്തിരി അവിടെ കൊണ്ടാകണേ. ഓ അത് കുഴപ്പമില്ലടാ, നീ ഓഫീസിൽ പോയിക്കോ, അത് പ്രശ്നമില്ല. മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ നോക്കി ഇവിടെ പോയിക്കോളാം. നീ നാളെ ഉച്ചയ്ക്ക് ശേഷമോ വൈകിട്ടോ എപ്പോഴെങ്കിലും വാ, നിനക്ക് സമയമുള്ളപ്പോൾ നീ വാ. അപ്പോൾ നിൻ്റെ ഓഫീസ് നമ്മൾ നേരത്തെ നീ കയറി അവിടെ തന്നെ അല്ല, അവിടെ കൊണ്ടാക്കിയാൽ മതിയല്ല? അവിടെ കൊണ്ടാക്കിയാൽ മതി. നീ പൊയ്ക്കോ. നാളെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ എത്തിക്കോ, ഒരു 12 മണിക്ക് എത്തിക്കോളാം. നീ ഫുഡ് വല്ലതും കഴിച്ചോ? ഇല്ലടാ, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അത് ഞാൻ പോണ വഴി കഴിച്ചോളാം. എന്തായാലും കടയും കാര്യങ്ങളൊക്കെ അടച്ച് കാണും, കാണാൻ ചാൻസ് ഇല്ല. വീട്ടിലെല്ലാം കാണുമെന്ന് അറിയില്ല. നീ എന്തായാലും നോക്കി നോക്കും, ഫ്രിഡ്ജിലെല്ലാം കാണും ചിലപ്പോൾ, നോക്കി നോക്കും. ഓ നോക്കാടാ. അപ്പോൾ ഫ്രാങ്കളെ, ടാറ്റാടാ. ഞാൻ എന്തായാലും ഓഫീസിൽ കുറേ വർക്കും കാര്യങ്ങളൊക്കെ നീ ചെയ്ത് തീർക്കാറുണ്ട്. ഞാൻ എന്തായാലും നാളെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ എത്തും. പക്ഷേ ഏടാ, ബൈ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ്, മൈക്കിൾ അങ്ങ് പോയി ഓഫീസിൽ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്നും പറഞ്ഞാണ് അവൻ പോയത്. അപ്പോൾ നമുക്കിനി എന്തായാലും വീട്ടിൽ പോവാം. അവൻ പറഞ്ഞ ലൊക്കേഷൻ, ഇവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഇങ്ങോട്ട് വരാം. കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ വന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ എന്തായാലും ഒന്ന് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാൽ മതി, വല്ലാത്ത ക്ഷീണവും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഗൈസ്, നമുക്ക് നേരെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, മൈക്കിൾ പറഞ്ഞ വീട് എത്താറായിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ അവിടെ നിന്നാണ് പറഞ്ഞ ലൊക്കേഷൻ ഓഫ് ആയിട്ടുണ്ട്. അതാ ഇതാണ് വീട്. ഇത് കൊള്ളാമല്ലോ, ഒരു രക്ഷയില്ലാത്ത വീടാണല്ലോ. അപ്പോൾ ഗൈസ്, വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ ചോദിച്ചാണ്. പക്ഷേ ഇവിടെ ഒരു ടാക്സിയുടെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ടാക്സിയുടെ ജോലി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ഒരു ടാക്സിയുടെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതായിരിക്കും നമുക്ക് പറഞ്ഞിരിക്കുന്ന ജോലി. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ദുബായിലെ ജോലിയെല്ലാം കളഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ ഇവിടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യേണ്ടി വരും. വീട്ടിൽ വല്ല പണിക്കാണെങ്കിൽ അതിലും പോകേണ്ടി വരും, വല്ല കർഷക പണിക്കാണെങ്കിൽ അതിൽ പോകേണ്ടി വരും. അവൻ പറഞ്ഞാൽ എന്ത് പണിക്ക് വേണമെങ്കിലും പോകേണ്ടി വരും. കാരണം അവിടെ നിന്നെല്ലാം പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ടാണ് നേരെ ഇങ്ങനെ എത്തിയത്. പറഞ്ഞിട്ട് കാര്യമില്ല, ആരാണുള്ളത് വഴി തങ്ങത്തില്ല. എന്തായാലും അവൻ പറഞ്ഞത് സ്ഥിതിക്ക് എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും അവിടത്തേയും കാട്ടി ശമ്പളം നമ്മൾ അമേരിക്കയിലുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. എന്താ ഈ ടാക്സിയുടെ കൊണ്ട് പിന്നെ ടാക്സി ഒട്ടിയിൽ പണിയുണ്ടോ? ടാക്സി എങ്കിൽ ടാക്സി. അപ്പം നമ്മളെ വണ്ടിയുടെ കിടക്കിട്ട് ആരെങ്കിലും അടിച്ചോണ്ടല്ലോ പോകുന്ന അറിയത്തില്ല. എന്തായാലും ഇവിടെ കിടക്കിട്ട് കൊള്ളാം കേട്ടോ. വീട് ഒരു രക്ഷയില്ല, ഫുൾ ആംബിയൻസ് ആണല്ലോ. ഇവിടെ നോക്കുമ്പോൾ എല്ലാം കാണാമല്ലോ. ലോസ് ഏഞ്ചൽസിൻ്റെ മൊത്തം കാണാം, ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലമാണല്ലോ. ഇവൻ പറഞ്ഞൊരു പട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്, ചോപ്പെന്ന് എന്തോണ പേയെന്ന് പറഞ്ഞത് വൻ. ഇവിടെ നിന്നൊക്കെ അടിപൊളി കേട്ടോ, രക്ഷയില്ലാത്ത വീടുണ്ടല്ലോ ഗൈസ്. അപ്പുറത്ത് 2 വീടുകളുണ്ടല്ലോ. ഈ സൈഡിൽ ഇവിടെ സ്വിമ്മിംഗ് പൂളും, അതപ്പുറത്തെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളാണ്. നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് താഴെ, ജസ്റ്റ് പോയി നോക്കി നോക്കാം. അതെന്താ പറയുക, ബൈനോക്കുള്ളറാണ്. അപ്പുറത്തെ വീട്ടിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുള്ള ബൈനോക്കുള്ളറും എല്ലാം സെറ്റപ്പ് ഉണ്ടല്ലോ ഇവിടെ. കൊള്ളാറുടെ ഈ വീട്, ഒരു രക്ഷയില്ലാത്ത വീടാണല്ലോ. 2 സ്വിമ്മിംഗ് പൂള്, റൈറ്റ് സൈഡ് സ്വിമ്മിംഗ് പൂളുണ്ട്, ലെഫ്റ്റ് സൈഡിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. കൊള്ളാമല്ലോടെ, ഫുൾ സെറ്റപ്പിലാണല്ലോടെ. ഇവൻ ഇവിടെ വന്നിട്ട് നമ്മളവിടെ തെറ്റിത്തിരിഞ്ഞ് നടന്നതാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവൻ നല്ല അടിപൊളി രക്ഷപ്പെട്ടല്ല. 5 വർഷം കൊണ്ട് ഇവൻ സെറ്റായല്ല.
എന്തായാലും ഇത് മൈക്കിളിൻ്റെ വീടാണ്. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മൈക്കിളിൻ്റെ വീട് ഇവിടെ 2 വീട് അവൻ്റെ ഉണ്ടെന്ന് ഓൾറെഡി അവൻ നേരത്തെ നമ്മൾ ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അവൻ്റെ സ്വന്തം വീടാണ്, അല്ലാതെ റെൻറ്റിനൊന്നുമല്ല. ഇതാണ് ഇവൻ പറഞ്ഞ ചോപ്പ് എന്ന് പറഞ്ഞ പട്ടി. അപ്പോൾ ഞാനും ഈ പട്ടി മാത്രമായിരിക്കും ഇവിടെ ഉള്ളത്. എനിക്ക് കൂട്ടായിട്ടൊരു ചോപ്പ് കൊണ്ട് ഇവിടെ തള്ള സ്വിമ്മിംഗ് പൂൾ രക്ഷയില്ലല്ല. 2 സ്വിമ്മിംഗ് പൂളുണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ, പൊളി ആംബിയൻസ് ആണ്. വീട് എനിക്കിഷ്ടപ്പെട്ട്. എന്തായാലും വീടെന്ന് പറഞ്ഞപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും കിടിലൻ വീടെന്നാണ് ഞാൻ വിചാരിച്ചതുമില്ല. എന്തായാലും വീട് രക്ഷയില്ല. ഈ പട്ടി എൻ്റെ കൂടെ ബാക്കിലാണല്ലോ. പട്ടി നമുക്ക് ഒരു കൂട്ടായിട്ട് ഇതെന്ത് കൊള്ളാലടേ. വൈകിട്ട് ഇവിടെ നിന്ന് 2 അടിച്ചിരിക്കുക, സൂപ്പറായിരിക്കും, നല്ല വൈബായിരിക്കും. ഇരിക്കാനൊക്കെ നല്ല സംവിധാനമൊക്കെ ഉണ്ട്, നല്ല സെറ്റപ്പ് ഉണ്ട്. ഇതെന്താ ഗ്രിൽ ചിക്കന്, അൽഫാം, ഷവായി ഇതെല്ലാം ഉണ്ടാക്കാമല്ലോ. അപ്പം നമുക്ക് ഷവായി അൽഫാം എല്ലാം ഉണ്ടാക്കാം. ഇത് ഫുൾ സെറ്റാണല്ലോ ഇതിൻ്റെ അകത്ത്. ഇതെന്തായാലും കൊള്ളാം, പൊളി വൈബ്, അടിപൊളി, ഒരു രക്ഷയില്ല. തള്ള സ്വിമ്മിംഗ് പൂളിലൊരു കുളി, അത് കഴിഞ്ഞിട്ട് താണ്ട ഈ ഒരു കസേരയിലൊന്ന് കിടന്ന് ഉറങ്ങുക. പൊളി ആംബിയൻസ് ആയിരിക്കും, ഒരു രക്ഷയില്ല. എന്തായാലും നേരം വെളുക്കാറായിട്ടുണ്ട് ഗൈസ്. നമ്മൾ രാത്രി മൊത്തം അവിടെ ഫുൾ കറക്കുമായിരുന്നു, ബാറിൽ കയറി അടിച്ച് ഇവിടെ അവിടെ നിന്ന് ബാറിൻ്റെ അവിടെ നിന്ന് 4.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ. ഇപ്പോൾ സമയം വന്നിട്ട് 5:45 രാവിലെ, നേരം വെളുക്കാറായി വരുന്നുണ്ട്. എന്തായാലും മൈക്കിൾ ഉച്ചയ്ക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ഉറങ്ങാം. ഇപ്പം ഗുഡ് മോർണിംഗാണ് പറയാനുള്ളത്, പക്ഷേ ഞാൻ ഗുഡ് നൈറ്റ് പറയുകയാണ്. എന്തായാലും തലയൊക്കെ നല്ല വേദനയുണ്ട്, ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. എന്നിട്ട് രാവിലെ ഒന്ന് കുളിച്ച് ഇറങ്ങിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വരുമ്പോൾ നമ്മളെ വിളിക്കും. എന്തായാലും നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാം. ഇതായിരിക്കും നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലം, നമുക്ക് അവിടെ പോയി ഒന്ന് ഉറങ്ങാം. നല്ല ക്ഷീണമാണ് ഗൈസ്, ഒരു രക്ഷയില്ല. വീട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഞാൻ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതെന്തായാലും വീട് അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങാം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഇവിടെ ഒന്നും കാണത്തില്ല. ഞാൻ നോക്കണമെന്നില്ല, എനിക്കിന്ന് നോക്കാനൊന്നും വയ്യ, ഒന്ന് ഉറങ്ങിയാൽ മതി, ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ് ആണ് പറയാനുള്ളത്, രാവിലെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും ഗുഡ് നൈറ്റ് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും നമ്മുടെ ചാനലിൽ നിന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.